നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. കോപ്പ അമേരിക്കയ്ക്ക് ഇനി വളരെ കുറച്ച് മാസങ്ങൾ മാത്രം. ജൂണിലാണ് കോപ്പ അമേരിക്ക ആരംഭിക്കുന്നത്. അതിനു മുമ്പ് മാർച്ച് മാസത്തിൽ ഇൻ്റർനാഷണൽ ബ്രേക്ക് ഉണ്ട്. ബ്രസീലിന് വമ്പന്മാരുമായിട്ടാണ് കളി. ഇംഗ്ലണ്ടിനെതിരെ കളിക്കണം, സ്പെയിനെതിരെ കളിക്കണം. അത് കഴിഞ്ഞാൽ പിന്നെ കോപ്പ അമേരിക്കയ്ക്ക് തൊട്ട് മുമ്പ് മെക്സിക്കോയുമായിട്ട് കളിക്കുന്നുണ്ട്. അങ്ങനെ വമ്പൻ മത്സരങ്ങൾ ബ്രസീലിന് മുന്നിലേക്ക് വരുമ്പോൾ ആകെ അനിശ്ചിതത്വമാണ് ബ്രസീലിയൻ ടീമിലുള്ളത്. CBFൽ തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ. എഡ്നാൾഡോ റോഡ്രിഗസിനെ പുറത്താക്കി. പിന്നെ ഇപ്പോൾ സുപ്രീം കോടതിൻ്റെ ഇഞ്ചക്ഷൻ വഴി അദ്ദേഹം തിരികെ CBF പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വന്നു. അതിനിടയ്ക്ക് ആഞ്ചലോട്ടി കോച്ചാവുമെന്ന് പറഞ്ഞിരുന്നത് ഇല്ലാതെയായി. ഫെർണാണ്ടോ ഡിനിസിനെ ഇപ്പോൾ പുറത്താക്കുകയും ചെയ്തു. ആകെ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്ന ഘട്ടത്തിൽ വമ്പൻ മത്സരങ്ങൾ വരുന്നു. അതിനൊരുങ്ങാൻ വളരെ കുറഞ്ഞ സമയം മാത്രം ബാക്കി. ആരായിരിക്കും ബ്രസീലിൻ്റെ കോച്ച് എന്നുള്ളത് ആരാധകർ ആകാംക്ഷയോട് കൂടിയിട്ട് നോക്കുകയാണ്. 2 പേരുകളാണ് ഇപ്പോൾ ബ്രസീലിയൻ മാധ്യമം ഗ്ലോബോ എടുത്തു പറയുന്നത്. ഏറ്റവും അധികം സാധ്യത കൽപ്പിക്കപ്പെടുന്ന ഡൊറിവാൾ ജൂനിയറിനാണ്. സാവോപോളോയുടെ കോച്ചാണ് അദ്ദേഹം. ഇപ്പോൾ നേരത്തെ സാൻഡോസിനെയൊക്കെ പരിശീലിപ്പിച്ചിട്ടുണ്ട്, നെയ്മറെയൊക്കെ ആ ഘട്ടത്തിൽ അദ്ദേഹം പരിശീലിപ്പിച്ചിട്ടുണ്ട്. ഡൊറിവാൾ ജൂനിയറിനെ കോച്ചാക്കാനുള്ള സാധ്യത വർദ്ധിക്കുന്നു എന്നാണ് നിലവിൽ വരുന്ന റിപ്പോർട്ടുകളെങ്കിൽ ഒപ്പം തന്നെ ഫിലിപ്പെ ലൂയിസിൻ്റെ പേരും പറഞ്ഞു കേൾക്കുന്നു. ഇതിൽ ആര് വരും എന്നുള്ളതാണ് ഇനി ആരാധകർ ഉറ്റുനോക്കുന്നത്. വിദേശ കോച്ചിനുള്ള സാധ്യതയില്ല എന്നർത്ഥം. ആരാധകർക്ക് വലിയ സ്വപ്നങ്ങളായിരുന്നു ആഞ്ചലോട്ടി വരുമെന്ന് പറഞ്ഞപ്പോൾ. ഇനിയിപ്പോൾ ആഞ്ചലോട്ടി ഇല്ലെങ്കിൽ സിദാനെ സ്വപ്നം കണ്ടവരുണ്ട്, മൊറീഞ്ഞോ വന്നേക്കുമെന്ന് കരുതിയവരുണ്ട്. അതൊന്നുമല്ല സംഭവിക്കാൻ പോകുന്നത്. ബ്രസീലിൽ നിന്ന് തന്നെ ഒരു കോച്ച് എത്തും എന്നാണ് ഇപ്പോൾ ഗ്ലോബോ റിപ്പോർട്ട് ചെയ്യുന്നത്. ഏതായാലും ടിറ്റെ പോയതിനു ശേഷം അതൊരു നീണ്ട കാലമാണ്. ടിറ്റെ ഏതാണ്ട് 2016 ശേഷം അദ്ദേഹം കോച്ചായിട്ട് നീണ്ട കാലം അവിടെ പരിശീലകനായി തുടർന്നു. പിന്നെ കഴിഞ്ഞ വേൾഡ് കപ്പോടുകൂടി അദ്ദേഹം സ്റ്റെപ്പ് ഡൗൺ ചെയ്തു. അതിനുശേഷം ബ്രസീലിനെ സംബന്ധിച്ചിടത്തോളം മാത്രം നല്ല രൂപത്തിലല്ല കാര്യങ്ങൾ പോയത്. ഫെർണാണ്ടോ ഡിനിസിൻ്റെ കീഴിൽ 6 കളികൾ കളിച്ചു. 6 കളികൾ കളിച്ചിട്ട് ബ്രസീൽ ജയിച്ചത് 2 കളികൾ, 3 കളികൾ തോറ്റു. ചരിത്രപരമായ പല തോൽവികളും ഉണ്ടായിരുന്നു. നമ്മൾ കഥ ഘട്ടത്തിൽ വിശദീകരിച്ചതാണ്. അപ്പോൾ ഇനി വീണ്ടും അതിലേക്ക് പോകുന്നില്ല. 1 കളി സമനില. ഇപ്പോൾ വേൾഡ് കപ്പ് ക്വാളിഫയറിൽ ബ്രസീൽ 6ാം സ്ഥാനത്ത്. അങ്ങനെ വളരെ താഴ്ന്ന നിലയിൽ നിൽക്കുമ്പോഴാണ് ഡിനിസിനെ പുറത്താക്കേണ്ടി വരുന്നത്. ഡിനിസിന് പക്ഷേ തന്നെ ഹാൻഡിൽ ചെയ്ത രീതി ശരിയായില്ല എന്ന അഭിപ്രായമുണ്ടെന്ന് ഗ്ലോബോ പറയുന്നു. എഡ്നാൾഡോ റോഡ്രിഗസ് അദ്ദേഹത്തെ ഫോൺ ചെയ്താണ് കാര്യം അറിയിച്ചത്, നിങ്ങളിനി ഒഴിവാക്കുകയാണ് എന്നുള്ളത്. അതേസമയം ഫെർണാണ്ടോ ഡിനിസ് തൻ്റെ വർക്കിൽ നിങ്ങൾ സാറ്റിസ്ഫൈഡ് അല്ലേ എന്ന് തിരികെ ചോദിച്ചെന്നും അതിനോട് കൃത്യമായിട്ട് എഡ്നാൾഡോ റോഡ്രിഗസ് പ്രതികരിച്ചില്ല എന്ന് പറയുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ഗ്ലോബോ. ഏതായാലും ഫെർണാണ്ടോ ഡിനിസ് പുറത്തേക്ക് എന്നുള്ളത് അത്ര ഞെട്ടിക്കുന്ന കാര്യമൊന്നുമല്ല. റിസൾട്ട് അങ്ങനെയായിരുന്നു. ഇനിയുള്ള ചോദ്യം ഇതാണ്. ഇപ്പോഴും അനിശ്ചിതത്തിൽ നിൽക്കുകയാണ്. യൂറോപ്യൻ വമ്പന്മാരോടാണ് കളി. ബ്രസീൽ എങ്ങനെ ആ പ്രതിസന്ധികൾ തരണം ചെയ്യും? സ്പെയിനിനെയും ഇംഗ്ലണ്ടിനെയും ഒക്കെ ഈ രൂപത്തിൽ ബ്രസീലിന് തോൽപ്പിക്കാൻ കഴിയുമോ? കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് കൊണ്ടുവെത്താം.